അപ്പോഴേ പറഞ്ഞതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിലേക്ക് ക്ഷണം കിട്ടിയിട്ട് വേണം വരാൻ എനിക്ക് മനസ്സില്ല എന്ന് സതീശന് പ്രഖ്യാപിക്കാനാണ്. കിട്ടി, ഞാൻ വരില്ല എന്നും പറഞ്ഞ് സതീശൻ കരച്ചിൽ തുടങ്ങി. ഇന്നലെ രാവിലെ മുതൽ കോൺഗ്രസുകാരെല്ലാം സതീശനെ ക്ഷണിച്ചിട്ടില്ലെന്നും ഗൂഢാലോചനയാണെന്നും വിഴിഞ്ഞം തുറമുഖം പിണറായി സ്വന്തം പേരിൽ എഴുതിയെടുക്കുന്നു എന്നും ഒക്കെ പറഞ്ഞ് ചില്ലറ ആക്ഷേപങ്ങളല്ല ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരാണ് ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും കോൺഗ്രസുകാർക്ക് അതൊന്നും പോരായിരുന്നു. ഒരു വിവാദമുണ്ടാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സൃഷ്ടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഇടുത്തി പോലെ സതീശന് കത്ത് കിട്ടിയത്. എന്നാൽ പിന്നെ വരാൻ മനസ്സില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് സ്റ്റാർ ആവാമെന്ന് സതീശൻ. അങ്ങനെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ് പരിപാടിയിൽ സതീശൻ പോകുന്നില്ല. ആരും നിർബന്ധിക്കരുത്, നിർബന്ധിച്ചാലും പോകില്ല. സതീശനില്ലാതെ എങ്ങനെ തുറമുഖത്ത് കപ്പൽ വരുമെന്ന് ഒന്ന് കാണണം. തുറമുഖം വന്നാലും ഇല്ലെങ്കിലും സതീശന് മുഖ്യം ആശമാർ തന്നെ. ആശമാർക്ക് പോലും ഇതുവരെയും ശമ്പളം കൊടുത്തിട്ടില്ല എന്നതാണ് അവിടെയും സതീശന് പറയാനുള്ള ഒരേ ഒരു ആരോപണം. നാണം കെട്ട സർക്കാരാണ് ഇത്, അവർ വാർഷികം ആഘോഷിക്കുന്നു എന്നൊക്കെയാണ് സതീശന്റെ പരാതി. ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രിയായി ഒന്നിരുന്നിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഒരു മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് വാർഷികം ആഘോഷിക്കാൻ സതീശനും കൂട്ടർക്കും കഴിയില്ല. അപ്പോ പിന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നതിൽ അതിശയമൊന്നുമില്ല. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് പണം ചിലവാക്കുമ്പോൾ പദ്ധതികളൊക്കെ അങ്ങ് നടക്കും എന്ന് കരുതി അത് വലിയ കാര്യമൊന്നുമല്ല. ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പുതിയ ആരോപണം. മാവേലി സ്റ്റോറിൽ പോലും സാധനങ്ങളില്ല എന്നതാണ് മറ്റൊരു ആരോപണം. സതീശൻ ഏത് മാവേലി സ്റ്റോറിലാണ് പോയത് എന്ന് കൂടി വ്യക്തമാക്കേണ്ടിയിരുന്നു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ചുവന്ന ടീഷർട്ടും ഇട്ട് അനുയായികളെ നിരത്തിലിറക്കി എന്നതാണ് മറ്റൊരു വാദം. കഴിഞ്ഞ ദിവസമാണ് രമേശ് ചെന്നിത്തല ലഹരി വിരുദ്ധത വെളിവാക്കാൻ വെള്ള ടീഷർട്ടും ഇട്ട് പ്രതിപക്ഷമായി തുടരുമെന്നൊരു പോസ്റ്റ് ഇട്ടത് എന്ന കാര്യം സതീശൻ മറന്നുപോയി. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനെ ചുവന്ന ടീഷർട്ട് ഇട്ട് കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നാണ് മറ്റൊരു വിവാദം. ലഹരി പോലും അറിഞ്ഞിട്ടുണ്ടാകില്ല ലഹരി കമ്മ്യൂണിസ്റ്റ് ആയി എന്നുള്ളത്. പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയും ബോധവും പോലുമില്ല. പ്രതിപക്ഷ നേതാവിന് എന്താണ് പറയുന്നതെന്ന് അറിയില്ല, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കേരളവും ഇന്ത്യയും അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇത്രയും തമാശയോടെ പൊതുജനം കാണുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ സതീശന് മാത്രം സ്വന്തമാണ്. കോമഡി സ്കിറ്റ് കാണുന്നത് പോലെയാണ് പൊതുജനം സതീശന്റെ ഓരോ വാർത്താ സമ്മേളനങ്ങളും കാണുന്നത്. ഒരുപാട് നീട്ടിവലിച്ച് PR ടീം പറഞ്ഞു തരുന്നത് അതുപോലെ ആവർത്തിച്ചു പാടുമ്പോൾ കുറഞ്ഞ പക്ഷം സ്വയം കോമാളിയാകാതിരിക്കാനെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടതാണ്. മോദി സർക്കാരിനെ വിമർശിക്കുന്നവരെ രാജ്യവിരുദ്ധരാക്കുന്നത് പോലെ പിണറായി സർക്കാരിനെ വിമർശിക്കുന്നവരെ സംസ്ഥാന വിരുദ്ധരും വികസന വിരുദ്ധരുമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞ സതീശൻ കത്ത് കിട്ടി, പക്ഷെ ആ കത്തിൽ എങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങോട്ടാണ് ചെല്ലേണ്ടതെന്നാണ് ചോദിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വസതിയിൽ പ്രാതൽ കഴിക്കാനും ഉച്ചയൂണ് കഴിക്കാനും സതീശനെ ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. എവിടെയാണോ തുറമുഖം അവിടെയായിരിക്കും ക്ഷണം എന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് പ്രതിപക്ഷ നേതാവിന് ഇല്ലാത്തതാണോ അതോ ഇനി ക്ഷണിച്ചതിൽ വീഴ്ച വന്നതാണോ എന്നറിയില്ല. ഒരു കാര്യം ഓർത്താൽ മതി, ക്ഷണം കിട്ടിയില്ലായിരുന്നെങ്കിൽ ആകെ നാണം കെട്ടേൻ. അതിനേക്കാളും ഭേദം ഒരു ക്ഷണം കിട്ടിയിട്ട് എനിക്ക് പോകാൻ മനസ്സില്ല എന്ന് പറയുന്ന ഈ പരിപാടി തന്നെയാണ്. ഇപ്പോൾ ഞാൻ ജയിച്ചല്ലോ എന്ന് സതീശന് കുറഞ്ഞ പക്ഷം ആശ്വസിക്കെങ്കിലും ചെയ്യാം. ഇനി വിഴിഞ്ഞം തുറമുഖം പദ്ധതിയുടെ വികസനത്തിനെ പറ്റിയും അതിന്റെ നിർമ്മാണത്തിലെ അപാകതയെ പറ്റിയും ഒക്കെ പരാതി ഉണ്ടെങ്കിൽ ശശി തരൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം റഫറൻസ് ആയി ഉപയോഗിക്കുന്നത് നല്ലതായി.